പ്രൈസ് ലോർഡ്. എക്സൽ മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹെബ്രായ പേര് എൽ എലിയോൻ, അത്യുന്നതനായ ദൈവം, ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഈ പേര് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ കാണാം. ഇവിടെ മെൽക്കസേദ് അബ്രഹാമിനോട് പറയുന്നത്, സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ അത്യുന്നതനായ ദൈവമാണ് നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇവിടെ കെദോർ ലായ്മന്റെ നേതൃത്വത്തിൽ 4 രാജാക്കന്മാര് 5 രാജാക്കന്മാരുടെ നേരെ യുദ്ധം ചെയ്തു. ഇതിനകത്ത് സോതോമും ഗൊമോറയുടെ രാജാക്കൾ ഉണ്ടായിരുന്നു. സോതോമിലായിരുന്നു ലോത്തും കുടുംബം പാർത്തത്. 12ഓളം വർഷം ഈ 5 രാജാക്കന്മാർ കെദോർ ലായ്മന് കീഴ്പ്പെട്ടു. പക്ഷേ 13ാമത്തെ വർഷത്തിൽ അവര് മത്സരിച്ചു. അപ്പം ഷിത്തിൻ താഴ്വരയിൽ ഈ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർ തോപ്പിച്ച് ലോത്തും കുടുംബവും സമ്പത്തും എല്ലാം എടുത്തുകൊണ്ട് പോയി. ലോത്ത് അബ്രഹാമിന്റെ ചേട്ടന്റെ മകനായിരുന്നു. അബ്രഹാം ഇത് അറിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ട്രെയിൻഡായ 318 സൈന്യവുമായിട്ട് യുദ്ധത്തിന് പോയി. അബ്രഹാം യുദ്ധം ജയിച്ച് ലോത്തും കുടുംബവും സമ്പത്തിനെ എല്ലാം പിടിച്ചെടുത്തു. ഈ 4 രാജാക്കന്മാർ ഓൾറെഡി യുദ്ധം ജയിച്ച് അവരുടെ കയ്യിൽ ശക്തിശാലി ആൾബലമുണ്ട്, കുതിരകൾ, രഥങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ അബ്രഹാമിന് യുദ്ധത്തിന്റെ ഒരു ട്രെയിനിങ്ങും ഇല്ല. ദൈവം, ഈ അത്യുന്നത ദൈവമാണ് അബ്രഹാമിന്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്തിയത്. മെൽക്കസേദെക്ക് അപ്പവും വീഞ്ഞും അബ്രഹാമിന് കൊടുത്ത്, മെൽക്കസേദ് സ്വർഗസ്നായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അബ്രഹാമിനോട് പറയുന്നത്, ഈ ദൈവമാണ്, എൽ എലിയോനാണ് നിന്റെ ശത്രുക്കളെ നിന്റെ കൈവശം ഏൽപ്പിച്ചത്. ജാതികൾ, രാജ്യങ്ങൾക്ക് അനേക ദൈവന്മാരുണ്ട്, പക്ഷെ അബ്രഹാമിന്റെ ദൈവം എല്ലാത്തിനും മീതെ വാഴുന്ന ദൈവമാണ്. ഈ പേര് നമ്മൾ ദാവീദ്, ആസാഫ്, എഥാൻ സങ്കീർത്തനത്തിലും യിശ്യായാലും ജെറമ്യായിലും പറഞ്ഞിട്ടുണ്ട്. 12ഓളം പ്രാവശ്യം പഴയ നിയമത്തിൽ നമുക്ക് ഈ പേര് കാണാം. സങ്കീർത്തനം 57:2 ഞാൻ അത്യുന്നതനായ ദൈവത്തോട് നിലവിളിക്കും, എനിക്ക് വേണ്ടി സകലവും നിവർത്തിക്കുന്ന ദൈവം. നമ്മുടെ ഏത് മേഖലയിലും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഉൽപ്പത്തി 14:23 സോദോമിന്റെ രാജാവ് യുദ്ധം ജയിച്ച് അബ്രഹാമിന് കൊള്ള കൊടുത്തു. അപ്പൊ അബ്രഹാം ഈ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. അബ്രഹാം പറയുന്നത്, സ്വർഗത്തിലേക്ക് കൈമലർത്തി ഞാൻ ഒന്നും എടുക്കത്തില്ല. അല്ലെങ്കിൽ സോദോമിന്റെ രാജാവ് പറയും, ഞാനാണ് അബ്രഹാമിനെ സമ്പന്നാക്കിയത്. നമുക്ക് പലപ്പോഴും ഈ ദൈവത്തെക്കുറിച്ചുള്ള എൽ എലിയോനെ കുറിച്ചുള്ള വെളിപ്പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരിലും സമ്പത്തിലും ഒക്കെ ആശ്രയിക്കുന്നത്. പക്ഷേ നമ്മുടെ ഏത് മേഖലയിലും റദ്ദാക്കാനും പ്രവർത്തിപ്പാനും ഭരിക്കുവാനും ശക്തനായ ദൈവമാണ്. 2010 ഓഗസ്റ്റ് 5 ചിലി എന്ന് പറഞ്ഞ രാജ്യത്തില് ഒരു മൈനില്, ഗോൾഡ് മൈനില് 33 പേര് ജോലി ചെയ്യുമായിരുന്നു. ആ മൈനിന്റെ മണ്ണിടിഞ്ഞ് അവര് 2300 ഫീറ്റോളം മണ്ണിനകത്ത് കുഴിക്കകത്തായിരുന്നു. ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് ടെക്നോളജി, മാൻ പവർ ഉപയോഗിച്ച് 69 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 33 മൈനേഴ്സിനെ ജീവനോടെ പുറത്താക്കി. ഇന്ന് നമ്മൾ ഏത് കുഴിയിലാണ്? രോഗത്തിന് കുഴിയിലാണോ? സാമ്പത്തിക കുഴിയിലാണോ? നമ്മുടെ മക്കള് കുഴിക്കകത്താണോ? അല്ലെങ്കിൽ ലോകത്തിന് കുടുംബത്തെ പിടിച്ചു കൊണ്ട് പോയി ഹോസ്റ്റേജ് ആക്കിയതുപോലെ നമ്മള് മക്കളെ ശത്രു പിടിച്ചു വെച്ചേക്കുവാണ്. അബ്രഹാമിന്റെ കാരണം ലോകത്തിനെ വിടുവിച്ച ഈ ദൈവം നമ്മുടെയും ദൈവമാണ്. ദ മോസ്റ്റ് ഹൈ ഗോഡ്, അത്യുന്നതനായ ദൈവം, എൽ എലിയോൻ. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്.